അതെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര വർഷമായി വേദന സഹിക്കുകയാണ്? ബാക്ക് പെയിന്, നെക്ക് പെയിന്, മൈഗ്രെയിന്, ഷോൾഡർ പെയിന്, സ്ലീപ്പിംഗ് പ്രോബ്ലം, ഗ്യാസ്ട്രിക്, സ്ട്രെസ്, ആൻസൈറ്റി, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു നോക്കിയില്ലേ? ഒരുപാട് മരുന്നുകൾ കഴിച്ചു നോക്കിയില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് അത് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. Oh my God. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സത്യസന്ധമായി നിങ്ങളുടെ മനസ്സിൽ ഉത്തരം പറയണേ. ഒന്നാമത്, നിങ്ങൾ വിശ്രമിച്ചിട്ടും ക്ഷീണം പോകുന്നില്ലേ? രാവിലെ എഴുന്നേറ്റാലും ഫ്രഷ്നെസ് തോന്നുന്നില്ലേ? ടെസ്റ്റുകൾ നോർമലാണ്, പക്ഷെ ശരീരം നോർമൽ അല്ല എന്ന് തോന്നാറില്ലേ? ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഇടങ്ങേറാക്കുന്നുണ്ടോ? രാത്രി ഉറങ്ങുമ്പോൾ തലച്ചോറ് ഓഫാകുന്നില്ലേ? ഒരേ കാര്യം വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ ഇടങ്ങേറ് തോന്നാറുണ്ടോ? പഴയ സംഭവങ്ങൾ ഇന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ക്ഷമിച്ചെന്ന് പറയുന്ന ആ ഒരാളില്ലേ, അയാളെ ഓർക്കുമ്പോൾ ഇന്നുമുള്ളിൽ എന്തെങ്കിലും ഒരു ഇടങ്ങേറ് തോന്നാറുണ്ടോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയിട്ടുണ്ടോ? ഇതിൽ പലതിനും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. ഒരു വലിയ തെറ്റിദ്ധാരണ നമുക്കുണ്ട്. വേദനയുള്ള സ്ഥലം അത് തന്നെയാണ് പ്രശ്നമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ശരീരം ഒരു വാണിംഗ് സിസ്റ്റമാണ്. അത് സംസാരിക്കാൻ അതിന് കഴിയില്ല. അതുകൊണ്ട് സിംറ്റംസ് ഉപയോഗിച്ചാണ് അത് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനും ബോഡിക്കും ഇടയിൽ ഒരു ശക്തമായൊരു ബന്ധമുണ്ട്. നമ്മൾ നിരന്തരം സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും അലർട്ട് മോഡിലാവും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നിരന്തരം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ബോഡിക്ക് വിശ്രമിക്കാൻ കഴിയില്ല. അപ്പോൾ മസിൽസ് ടൈറ്റ് ആകും, സ്ലീപ്പ് ക്വാളിറ്റി കുറയും, ഡൈജഷൻ സ്ലോ ആവും, ദഹനം നടക്കില്ല, പെയിൻ സെൻസിറ്റിവിറ്റി കൂടും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനും അത് ബാധിക്കും. ഇതെല്ലാം ശാസ്ത്രലോകം വർഷങ്ങളായി പഠിച്ചു വരുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് മനസ്സും ശരീരവും പരസ്പരം സ്വാധീനിക്കുന്നുവെന്ന് ഇന്ന് ആരോഗ്യരംഗത്ത് വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രധാന ചോദ്യം ചോദിക്കട്ടെ, പെയിൻ എവിടെയാണ് തുടങ്ങുന്നത്? ബാക്കിലാണോ? അതുപോലെ നെക്കിലാണോ? ഹെഡിലാണോ? എപ്പോഴും അതല്ല. ചിലപ്പോൾ അത് തുടങ്ങുന്നത് സ്ട്രെസ്സിൽ നിന്നാകാം, പേടിയിൽ നിന്നാകാം, ഫിയറിൽ നിന്നാകാം, സപ്രസ്ഡ് ഇമോഷനിൽ നിന്നാകാം, ഓവർ തിങ്കിൽ നിന്നാകാം, പുവർ ലൈഫ് സ്റ്റൈലിൽ നിന്നാവാം, സ്ലീപ്പ് പ്രോബ്ലങ്ങളിൽ നിന്നാവാം, ലോങ് ടൈം ടെൻഷനിൽ നിന്നാകാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെക്കേഷന് പോകുമ്പോൾ പെയിന് പറയുന്നു അല്ലേ? ടൂറൊക്കെ പോകുമ്പോൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ശരീരം ലേറ്റ് ആകുന്നു. സ്ട്രെസ് വന്നാൽ പെയിന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും?
ഞാൻ പറയുന്നത് എല്ലാ രോഗത്തിൻ്റെയും കാരണം സ്ട്രെസ്സാണ് എന്നല്ല. അത് ശരിയുമല്ല. പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകാം. പക്ഷെ ചിലതിൽ സ്ട്രെസ്, ഉറക്കക്കുറവ്, വികാരങ്ങൾ, ജീവിതശൈലി, നെർവസ് സിസ്റ്റം എന്നിവയും അവയെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാകാം. അതുകൊണ്ടാണ് ഓരോരുത്തരെയും സമഗ്രമായി വിലയിരുത്തേണ്ടത്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പെയിൻ ഒരു പണിഷ്മെന്റ് അല്ല, ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് നിങ്ങൾ കേൾക്കാറുണ്ടോ? എൻ്റെ ജോലി പെയിൻ ഒളിപ്പിക്കുകയല്ല, ആ പെയിനിൻ്റെ പിന്നിലുള്ള പാറ്റേണിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ജീവിതശൈലി, സ്ട്രെസ്, മൈൻഡ്, ബോഡി, ഇവ തമ്മിലുള്ള ബന്ധം അവ മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുകയാണ്. അത് കേൾക്കാൻ നിങ്ങൾ തുടങ്ങണം. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ കമൻറ്റിൽ ഒരു വാക്ക് മാത്രം എഴുതണേ, മനസ്സിലായി എന്ന്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് എല്ലാ റിപ്പോർട്ടുകളും നോർമലായിട്ടും ശരീരം നോർമൽ അല്ലാത്തത് എന്ന വിഷയം വിശദമായി സംസാരിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.